ഗുഡ് മോർണിംഗ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം. ആദ്യം വാട്ട് ഈസ് ദ നീഡ് ഓഫ് അക്കൗണ്ടിംഗ് എന്നുള്ളത് പറഞ്ഞു. നമ്മൾ പറഞ്ഞു in early days the business organizations and transactions were small, and after the industrial revolution and because of various technological changes, all these things created more opportunities for the business, and most of the business organizations in these days are run by company type of organization. And these organizations usually they enter into a number of transactions with outsiders, and as it is not possible for a human being to keep in memory all these transactions, it is necessary, or it has become necessary to record all these transactions properly. And with the help of accounting records, with the help of accounting or with the help of accounting records, the businessman would be able to ascertain the profit or loss and even the financial position of a company on a particular date. So, ആദ്യകാലങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. ബിസിനസ് കച്ചവടങ്ങളൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അതിനുശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതുപോലെ പുതിയ ടെക്നോളജിയും ഒക്കെ ധാരാളമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വലിയ ഓർഗനൈസേഷൻസ് ധാരാളമായിട്ട് നിലവിൽ വന്നു. പ്രത്യേകിച്ച് കമ്പനി എന്നുള്ള ഫോമിലുള്ള ഹ്യൂജ് ക്യാപിറ്റലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ വലിയ സ്ഥാപനങ്ങൾ നിലവിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ, വലിയ സ്ഥാപനങ്ങളിലൊക്കെ ധാരാളം ട്രാൻസാക്ഷൻസ് ഓരോ ദിവസം നടക്കുമ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിട്ട് മാറി. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക്, രീതിയിലേക്ക് മാറും. അപ്പൊ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് വഴി അക്കൗണ്ടിങ്ങിന്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് കൊണ്ട് ഇങ്ങനെ ബിസിനസ്മാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ വെറുതെ റെക്കോർഡ് ചെയ്യുക, എഴുതുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ ഒരു കാലയളവിന് ശേഷം, ഒരു വർഷമോ മാസമോ ഒക്കെ ആയിക്കോട്ടെ, അതിന്റെ അവസാനം എത്ര ലാഭമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ നഷ്ടമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ സാമ്പത്തിക അവസ്ഥ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ബിസിനസ്സുകാരന് ഈ അക്കൗണ്ടിങ് കൊണ്ട് സാധിച്ചു. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ നീഡ് ഓഫ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനുശേഷം നമ്മൾ സംസാരിച്ചത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്, അക്കൗണ്ടിങ് ഹെൽപ്സ് ടു റെക്കോർഡ് ഓൾ ദ ബിസിനസ് ട്രാൻസാക്ഷൻസ്, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ്. അക്കൗണ്ടിങ് കൊണ്ട് എല്ലാ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ്ലി, ഇറ്റ് ഹെൽപ്സ് ടു അസർടൈൻ ദ റിസൾട്ട്. ബിസിനസിന്റെ റിസൾട്ട് എന്താണ്? റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത കാലയളവിലെ ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ കാരണം ആ ബിസിനസിന്റെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്നുള്ള റിസൾട്ട് അറിയാനായിട്ട് സഹായിക്കും. ഫോർ ദ പർപ്പസ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് വിആർഎൽ അക്കൗണ്ടും ഒക്കെയാണ് പ്രിപ്പയർ ചെയ്യുക. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞു, ഇറ്റ് ഹെൽപ്സ് ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സാമ്പത്തിക അവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ മച്ച് ഈസ് ദ ലയബിലിറ്റി, ഹൗ മച്ച് ഈസ് അസറ്റ്, ആസ്തിയും ബാധ്യതകളും ഒക്കെ എത്രയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ്, വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു ബിസിനസ്സിൽ താല്പര്യമുള്ള ധാരാളം ആൾക്കാരുണ്ടാവും. ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തവരെ, സർക്കാർ പോലുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ആവശ്യമുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവാണ്. ഈ 4 ഒബ്ജക്റ്റീവാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 4മാണ് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
ഈ 4 പ്രധാന ഒബ്ജക്റ്റീവ്സ് മാത്രമല്ല അക്കൗണ്ടിങ് കൊണ്ട് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ഓൾ ദീസ് 4 മേജർ ഒബ്ജക്റ്റീവ്സ്, അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് അക്കൗണ്ടിങ്ങിന്റെ ഫലമായിട്ട് മറ്റു പല ലക്ഷ്യങ്ങളും പ്രയോജനങ്ങളും ബിസിനസ്സുകാരന് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, accounting helps to prepare various tax returns properly. So this is also one of the main objectives of accounting. Objective is to provide the information for filling up various tax returns like income tax, wealth tax, sale tax. ഇങ്ങനെ പലതരത്തിലുള്ള ടാക്സുകളുമായിട്ട് ഒരു ഓർഗനൈസേഷൻ പലതരത്തിലുള്ള ടാക്സുകൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയും അതിന്റെ ഇൻകം ടാക്സ് ഒക്കെ ആണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്നാണ് പറയാം. അതായത് അതിന്റെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന രീതിയിലുള്ള ഇൻകം ടാക്സ് ആക്ടും സെയിൽസ് ടാക്സ് ആക്ടും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആണെങ്കിൽ GST സംബന്ധിച്ചുള്ള ആക്ടിലും നിയമങ്ങളിലും ഒക്കെ പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ഒക്കെ ചെയ്യണം. എല്ലാ വർഷവും ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഒരു അക്കൗണ്ടിങ്ങിന്റെ സഹായത്തോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ടാക്സുകൾ കൃത്യമായിട്ട് കമ്പ്യൂട്ട് ചെയ്യാനും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ലൈക്ക് അതിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ അതിന്റെ കണക്കുകൾ ഒക്കെ കൃത്യമായിട്ട് എഴുതി സമർപ്പിക്കുക, സർക്കാരിലേക്ക് സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. സോ ഇതും അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. മറ്റൊന്നാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്ന ആ വിഷയം തന്നെ. പ്ലാനിങ്ങിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കാണും അല്ലെ? പ്ലാനിങ്ങിൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു ഓർ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ഫോർ സെലക്ടിങ് ദ ബെസ്റ്റ് പോസിബിൾ വേ ഓഫ് ഡൂയിങ് എ തിങ്. അതിനൊക്കെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഏറ്റവും നല്ല മാർഗ്ഗങ്ങളാണ് ഒരു പ്രവൃത്തി ചെയ്യാൻ, ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് മാനേജ്മെന്റിൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻസ് നീഡ് ടു പ്ലാൻ ഹൗ ദേ ഇന്റൻഡ് ടു allocate their limited resources towards competing needs in the future. ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചാണെങ്കിലും ഈ സ്ഥാപനത്തിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ആ സ്ഥാപനത്തിന്റെ കയ്യിലുള്ള പൈസയോ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികളുടെ എണ്ണം, മെറ്റീരിയൽ, മെഷീൻ, എക്യുപ്മെന്റ്, ഇങ്ങനെ ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു സ്ഥാപനത്തിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലിമിറ്റഡ് ആണ് അല്ലെ? നമുക്ക് എത്ര വേണമെങ്കിലും പൈസയോ എത്ര വേണമെങ്കിലും തൊഴിലാളികളെയോ അങ്ങനെയൊന്നും ഒരു സ്ഥാപനത്തിനും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും സംഘടിപ്പിക്കാനായിട്ട് പറ്റില്ല. പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. സോ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള മൂലധനവും ലിമിറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് ഓർഗനൈസേഷൻസ് എല്ലാം റൺ ചെയ്യുന്നത്, നടന്നു പോകുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ലിമിറ്റഡ് റിസോഴ്സിനെ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് മാക്സിമം ലാഭം കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഈ പ്ലാനിങ് ആക്ടിവിറ്റി ചെയ്യാൻ അക്കൗണ്ടിങ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഒരു ബിസിനസ്സിന് അതിന് ഭാവിയിലേക്ക് ആവശ്യമുള്ള മൂലധനം എവിടെ നിന്നൊക്കെ കണ്ടെത്താം, ഏത് മാർഗത്തിലൂടെ കണ്ടെത്താം, എത്ര രൂപ കണ്ടെത്തണം, അങ്ങനെ കണ്ടെത്തുന്ന തുക എങ്ങനെ ചിലവഴിക്കണം, ഏറ്റവും ലാഭകരമായ രീതിയിൽ ഈ പൈസ എങ്ങനെ ചിലവഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്ലാനിങ് ആക്ടിവിറ്റീസ് ഓർഗനൈസേഷൻസിൽ ചെയ്യാറുണ്ട്. ഇതിനൊക്കെ അക്കൗണ്ടിങ് ഇങ്ങനെയുള്ള പ്ലാനിങ് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാഷിന്റെ കേസിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ കേസിലാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള an effective way of doing that thing is by using various types of budgets. ബഡ്ജറ്റിംഗ് എന്നൊരു ഭാഗം അക്കൗണ്ടിങ്ങിൽ ഉണ്ട്. ഈ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ബഡ്ജറ്റുകൾ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ആന്റിസിപ്പേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആന്റിസിപ്പേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. ഭാവിയിൽ ഒരു നിശ്ചിത കാലയളവിൽ, ഒരു വർഷത്തേക്കോ അല്ലെ 6 മാസത്തേക്കോ
ഒക്കെ ഒരു സ്ഥാപനത്തിലെ വരവും ചെലവുകളും എത്രയൊക്കെ ആയിരിക്കും എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ എഴുതി ഉണ്ടാക്കുന്നതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുക. ഈ ബഡ്ജറ്റ് ക്യാഷ്, ഇങ്ങനെയുള്ള ക്യാഷിന്റെ വരവും ചെലവും കാണിക്കുന്ന ക്യാഷ് ബഡ്ജറ്റ്, ഭാവിയിലേക്കുള്ള പർച്ചേസ് ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ബഡ്ജറ്റുകളും അവയുടെ പ്രിപ്പറേഷൻസും ഒക്കെ ഉണ്ട്. ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെ ഈ ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ മേജർ കമ്പോണന്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഒരു ഭാഗമാണിത്. സോ ബഡ്ജറ്റ് enable organizations to plan ahead by anticipating the various needs and resources of the business. ഈ ബഡ്ജറ്റിംഗിന്റെ ഭാഗമായിട്ട് ഭാവിയിൽ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ട് വരുന്ന പണവും മറ്റ് കാര്യങ്ങളും ചെലവുകളും ഒക്കെ മുൻകൂട്ടി കുറെയൊക്കെ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത് അതനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനായിട്ട് പറ്റും. അപ്പൊ പ്ലാനിങ്ങിന് സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ അക്കൗണ്ടിങ്ങിലെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ അക്കൗണ്ടിങ് പ്ലാനിങ്ങിനെ, ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ് ഫംഗ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അക്കൗണ്ടിങ്ങിലെ ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന്റെ സഹായത്തോടു കൂടിയാണ് പല കാര്യങ്ങളും മാനേജേഴ്സ് പ്ലാൻ ചെയ്യുക. സോ ദിസ് ഈസ് ഓൾസോ ആൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ്, പ്രോപ്പർ ബിസിനസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ പ്ലാനിങ് കഴിഞ്ഞാൽ അതുപോലെ മറ്റൊരു ആക്ടിവിറ്റിയാണ് മാനേജ്മെന്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയും തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയും, അല്ലെ? സാധാരണഗതിയിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ഒന്നിലധികം മാർഗങ്ങൾ ഉള്ളപ്പോഴാണ് ഒരു തീരുമാനം എടുക്കേണ്ടി വരിക, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ +2 കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചേരാൻ ധാരാളം കോഴ്സുകൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ എങ്ങനെയൊക്കെയോ നിങ്ങൾ തീരുമാനം എടുത്തു, ഐ ആം ഗോയിങ് ടു ജോയിൻ BBA കോഴ്സ്, അല്ലെ? BBAക്ക് ചേരണം എന്ന് തീരുമാനം എടുത്തു. അതുപോലെ BBA പല കോളേജുകളിലും ഉണ്ട്. സോ ഐ വാണ്ട് ടു ജോയിൻ NSS കോളേജ് രാജകുമാരി, അടുത്ത തീരുമാനം എടുത്തു. ഇങ്ങനെ ഒരു ബിസിനസ്സിലും ഇതുപോലെ മാനേജേഴ്സിന് പല തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ട് വരും. So accounting helps managers in making a range of business decisions. And moreover, it also develops various policies, business policies or management policies to make the organizational process more efficient. ഒരു മാനേജറെ പലതരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിൽ കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക, they need capital, പണത്തിന് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഇന്ന് നിലവിലുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിനാവശ്യമുള്ള പണം, മൂലധനം പല മാർഗങ്ങളിൽ നിന്നും കണ്ടെത്താം. They can issue share, they can go for debentures, കടപ്പത്രം ഇഷ്യൂ ചെയ്യാം. Then they can have loan from different financial institutions, IDBIയോ ICICI ഒക്കെ പോലുള്ള അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിൽ നിന്നും ലോണുകൾ എടുക്കാം. ഇങ്ങനെ പല മാർഗത്തിലൂടെ കമ്പനികൾക്ക് ആവശ്യമുള്ള മൂലധനം കണ്ടെത്താം. പക്ഷേ ഇതിൽ ഏത് മാർഗത്തിലൂടെ പണം കണ്ടെത്തിയാലാണ് കമ്പനിക്ക് ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എവിടെ നിന്ന് പൈസ എടുക്കണം എന്നൊരു മാനേജർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഇങ്ങനെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവിടെ അക്കൗണ്ടിങ്ങിന്റെ ഹെൽപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും അതുപോലെ കമ്പനിയുടെ പോളിസി, നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും ഒക്കെ അക്കൗണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ഡിസിഷൻ മേക്കിങ്ങില് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞ പോലെ ക്യാപിറ്റലിന്റെ കാര്യത്തിൽ മാത്രമല്ല, decision with regard to pricing of the product, decisions with regard to spending money in or making various investments. ഇങ്ങനെ പല മേഖലകളിലും ഡിസിഷൻ മേക്കിങ്ങിന് അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻസും സഹായിക്കാറുണ്ട്. അടുത്ത 8ാമത്തെ ഒബ്ജക്റ്റീവ് ആണ് മീറ്റിംഗ് ദ ലീഗൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്ത്, ഏത് രാജ്യത്താണെങ്കിലും അവിടെ എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും ചില പ്രത്യേക നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് ബിസിനസ് ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ റൺ ചെയ്യുന്നത്. അല്ലെ? ഇന്ത്യയിലാണെങ്കിൽ കമ്പനീസ് എല്ലാം, നമ്മുടെ കമ്പനീസ് ഉണ്ടാക്കി വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 എന്ന് പറയുന്ന
ആ ഒരു ആക്ട് അനുസരിച്ച് കമ്പനി നിയമപ്രകാരമാണ് കമ്പനികൾ പ്രവർത്തിക്കുക. അതുപോലെ ബാങ്കിങ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ ബാങ്കുകളാണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ബിസിനസ് ഓർഗനൈസേഷനെയും ഓരോ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നത് അതാതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, ആക്ടുകൾ, ലോ ഒക്കെ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഈ പല നിയമങ്ങളിലും പറയുന്നതനുസരിച്ചിട്ട് വേണം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കാൻ വേണ്ടി. ഈ നിയമങ്ങളില് പല കാര്യങ്ങളും നിർബന്ധമായിട്ട് സ്ഥാപനങ്ങൾ ചെയ്യേണ്ടതായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലീഗൽ റിക്വയർമെന്റ് ഫോർ മോസ്റ്റ് ഓഫ് ദ ബിസിനസ്. കമ്പനീസ് ഒക്കെ ആണെങ്കിൽ നിർബന്ധമായി ഇന്ന രീതിയിൽ തന്നെ അക്കൗണ്ടുകൾ എഴുതണം, കണക്കുകൾ ഓരോ വർഷത്തെ എഴുതണമെന്നും അത് സബ്മിറ്റ് ചെയ്ത് സർക്കാരിലേക്ക് സമർപ്പിക്കണമെന്നും അത് ഷെയർ ഹോൾഡേഴ്സിന് അത് അയച്ചു കൊടുക്കണമെന്നും ഒക്കെ നിയമമുണ്ട്. അപ്പോൾ അതിൽ തന്നെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാനുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതാൻ വേണ്ടി കമ്പനികൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് കമ്പനീസ് ആക്ടിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒരു ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ രൂപത്തിൽ മാത്രമേ ഇന്ത്യയിൽ എഴുതാൻ പറ്റൂ. നമുക്ക് അതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല. കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെ വേണം, ഏത് രൂപത്തിലാണ് എഴുതേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്, ഇതൊക്കെ നിയമത്തിൽ പറയുന്നുണ്ട്, കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. സോറി. ഇതുപോലെയാണ് ബാങ്കുകളുടെ കേസിൽ, ഇതുപോലെയാണ് ഇൻഷുറൻസിന്റെ കേസിൽ. ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങളും ചെയ്യേണ്ട നിയമപരമായിട്ട് അക്കൗണ്ടിങ് ഏത് രീതിയിൽ ചെയ്യണം എന്ന് അതാത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിൽ പറയുന്നുണ്ട്. സോ ദ പ്രൊവിഷൻസ് ഓഫ് വേരിയസ് ലോസ് സച്ച് ആസ് ഞാൻ പറഞ്ഞതുപോലെ കമ്പനീസ് ആക്ട് ആണെങ്കിലും ശരി, ഇൻകം ടാക്സ് ആക്ട് ആണെങ്കിലും ശരി, they require the submission of various statements or various accounts various statements like income tax returns, annual accounts and so on. So accounting system aims at fulfilling this requirement of law. So നിയമപ്രകാരം കമ്പനികളാണെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിലും വർഷാവർഷം സമർപ്പിക്കേണ്ട പലതരത്തിലുള്ള അക്കൗണ്ടുകളും സ്റ്റേറ്റ്മെന്റുകളും ടാക്സ് റിട്ടേണും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നിയമം പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിന്റെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക, ടാക്സ് റിട്ടേൺസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുക, സർക്കാർ പറയുന്ന രൂപത്തിൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, ഇതെല്ലാം നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നടപ്പാക്കുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവാണ്. മറ്റൊന്നാണ് ഇറ്റ് ഹെൽപ്സ് ടു നോ ദ സോൾവെൻസി പൊസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. സോൾവെൻസി എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ പറ്റുന്ന ആവശ്യമുള്ള അസറ്റ് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഒരാൾക്ക് ഒരു 5000 രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. 5000 രൂപ എനിക്ക് കടമുണ്ട്. ഈ 5000 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ആസ്തി എന്തെങ്കിലും എന്റെ കയ്യിലുണ്ടെങ്കിൽ, കയ്യിൽ കാശോ അല്ലെങ്കിൽ 5000 രൂപയുടെ വസ്തുവോ അല്ലെങ്കിൽ 5000 രൂപ കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കൾ എന്റെ ഉടമസ്ഥതയിൽ ഉണ്ടെങ്കിൽ എന്റെ സോൾവൻസി പൊസിഷൻ സൗണ്ട് ആണ്, ഞാൻ സോൾവന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെന്ന് പറയും. കാരണം നമുക്കുണ്ടാവുന്ന ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ ആവശ്യമുള്ള പണമോ പണത്തിന് തുല്യമായിട്ടുള്ള മൂല്യമുള്ള വസ്തുക്കളോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക, ആ അവസ്ഥയാണ്. ഇനി ചില സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആള് ബാങ്ക്രപ്റ്റ് ആയി, ഇൻസോൾവന്റ് ആയി, മലയാളത്തിലാണെങ്കിൽ പാപ്പരായി എന്നൊക്കെ പറയാറുണ്ട്. പത്രത്തിലൊക്കെ വാർത്ത കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാർ പാപ്പർ ഹർജി കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഇൻസോൾവന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് കൊടുത്തു തീർക്കാനുള്ള തുകയേക്കാൾ കുറഞ്ഞ പണം മാത്രമേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ എങ്കിൽ, ഞാൻ 10 ലക്ഷം രൂപ പോയി ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തു, ബാങ്ക് അത് തിരിച്ചടയ്ക്കാൻ പറയുമ്പോൾ എന്റെ കയ്യിൽ ആകെപ്പാടെ എന്റെ കയ്യിലുള്ള കാശും വസ്തുവും വാഹനവും എല്ലാം കൂടെ വിറ്റ് എങ്ങനെ എന്റെ കയ്യിലുള്ള എന്റെ ഉടമസ്ഥയിലുള്ള എല്ലാ സാധനങ്ങളും കൂടെ വിറ്റ് പെറുക്കി പൈസയാക്കി മാറ്റിയാൽ പോലും ആ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ളതില്ല. ഉദാഹരണം 2-3 ലക്ഷം രൂപയെ ആകെ എന്റെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഇൻസോൾവന്റ് ആണ് എന്ന് പറയും. കാരണം എന്റെ ബാധ്യതകൾ
എന്റെ ആസ്തിയേക്കാൾ കൂടുതലാണ്. മൈ ലയബിലിറ്റീസ് ആർ മോർ ദാൻ മൈ അസറ്റ്സ്. അപ്പൊ ഇങ്ങനെ ആസ്തിയേക്കാൾ കൂടുതൽ ബാധ്യതകൾ വരുന്ന ആ ഒരു സിറ്റുവേഷനെ ഇൻസോൾവൻസി എന്ന് ആണ് നമ്മൾ പറയുക. ഇനിയും ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അതിൽ പൈസ മുടക്കിയിരിക്കുന്ന അതിന്റെ ഉടമസ്ഥന്മാരും കമ്പനിയൊക്കെ ആണെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സും ആ കമ്പനിക്ക് ലോൺ കൊടുത്തിരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളും ഇവരെല്ലാം ദേ ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ഔട്ട് ദ സോൾവൻസി പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ഈ ബിസിനസിന്റെ സാമ്പത്തിക അവസ്ഥ, പ്രത്യേകിച്ച് അതിന്റെ ഈ സോൾവൻസി പൊസിഷൻ എങ്ങനെയുണ്ട് എന്നറിയാൻ ഇതുപോലെ പല ആൾക്കാർക്കും താല്പര്യമുണ്ടാവും അല്ലെ. നമ്മൾ പണം മുടക്കുക, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ ആ ബിസിനസ് സോൾവെന്റ് ആണോ, അതിന് ആവശ്യത്തിനുള്ള ആസ്തികളുണ്ടോ, അല്ലെങ്കിൽ ബാധ്യതയേക്കാൾ കൂടുതൽ ആസ്തിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവും. സോ ഇതിനു വേണ്ടിയിട്ട് പലപ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള താല്പര്യമുള്ള വ്യക്തികൾ, നമ്മളൊരു സ്ഥാപനത്തിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും, അവരെ സംബന്ധിച്ച് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അക്കൗണ്ടുകളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ they give useful information to various stakeholders of the business regarding its ability to meet obligations in the short run as well as in long run. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അതിന് ഉണ്ടാവുന്ന ബാധ്യതകൾ ഹ്രസ്വകാലത്തേക്ക്, അടുത്ത ഈ ചെറിയ ഒരു കാലയളവില് ഷോർട്ട് റണ്ണില് എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാലത്തേക്ക് ഉടനെ തന്നെ ഉണ്ടാകുന്ന ബാധ്യതകളും ഒക്കെ കൊടുത്തു തീർക്കാൻ ആവശ്യമുള്ള പണം കയ്യിലുണ്ടോ, അതുപോലെ ലോങ് ടൈം ഒബ്ലിഗേഷൻസ്, ഭാവിയിൽ വരാവുന്ന ദീർഘകാലത്തേക്ക് ഉണ്ടാകാവുന്ന ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ ആവശ്യമുള്ള പണവും ഒക്കെ കയ്യിലുണ്ടോ, അതിനാവശ്യമുള്ള അസറ്റ്സ് കയ്യിലുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പലർക്കും താല്പര്യമുണ്ടാവും. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അക്കൗണ്ടിങ് അല്ലെ അക്കൗണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിൽ നിന്നും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കും. ബാലൻസ് ഷീറ്റിലെ എമൗണ്ടുകൾ റേഷ്യോ അനാലിസിസിന്റെ സഹായത്തോടു കൂടി 1-2 റേഷ്യോകൾ ഉപയോഗിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു സ്ഥാപനം സോൾവെന്റ് ആണോ ഇൻസോൾവെന്റ് ആണോ, ആണെങ്കിൽ എത്രമാത്രം, എത്ര ശതമാനം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ സോൾവൻസി പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ദ ബിസിനസ് ട്രാൻസാക്ഷൻസ്. Secondly, it helps to ascertain profit or loss gained during a particular period. Then, thirdly, accounting shows the financial position of the business. Then, it provides various information to the interested parties. Then, it helps to prepare different tax returns. It also helps in planning activity. This is usually done with the help of budgeting. Then, in addition to planning, it also helps in decision making. Then accounting helps to meet various legal requirements like submission of income tax returns or preparation of various accounts. Then it also helps to know the solvency position of the organization. So these are the objectives of accounting. Thank you.